പീസ്ഫുൾ ഫാമിലി ഗേറ്റ് വേ നോക്കുന്നുണ്ടോ? എന്നാൽ നിലമ്പൂരിലെ വൈൽഡ് സ്ട്രീം റിസോർട്ട് നല്ല ഒരു ഓപ്ഷനാണ്. വൈൽഡ് സ്ട്രീം സിംഫണി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ സ്വരലയം. കാടും കരയും അരുവിയും മലകളും ചേർന്ന് നിലനിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ഇടം. വൺസ് ഇവിടെ സ്റ്റേ ചെയ്താൽ you will definitely want to come back, not just for the place but for the feelings it gives. No crowd, private feel, pure nature and moments that stay in your heart. Location Nilambur. Nature lovers, this is your calling. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ജനഹിതത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് എടക്കര ഡിവിഷനിലെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ഷാഹുൽ ഹമീദിനോടൊപ്പം. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമാർന്ന ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഷാഹുൽ ഹമീദ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പലതും സംഭവിക്കും. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവില്ല. എന്താണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരാനുള്ള, ഒരു സ്ഥാനാർത്ഥിയായി മാറാനുള്ള പ്രത്യേക സാഹചര്യം എന്തായിരുന്നു? അവിടെ നിന്ന് തുടങ്ങാം. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു സ്ഥാനാർത്ഥിത്വമാണ് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നില്ല. അതിന് പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സ്വതന്ത്രനാണെന്നുണ്ടെങ്കിൽ പോലും ഞാനങ്ങനെ ഒരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാടിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിരന്തരമായിട്ടും വർഷങ്ങൾക്ക് മുമ്പേ ഞാനിതൊരു അവകാശം എൻ്റെ പാർട്ടിയിൽ ഉന്നയിക്കാറുണ്ടായിരുന്നു. സ്ഥിരമായി കാണുന്ന മുഖങ്ങളാണ്, പുതിയ തലമുറകൾ ഇത് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇത്തരം ആളുകളെ മാറ്റി നിർത്തി ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് UDFൻ്റെ വളക്കൂറുള്ള ഒരു മണ്ണാണ് എടക്കര ഗ്രാമപഞ്ചായത്ത്, അല്ലെങ്കിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത്. അത്തരം ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും പുതിയ ആളുകളെ നിർത്തിക്കൊണ്ട് നമുക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ആവശ്യപ്പെട്ട, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 5 വർഷങ്ങൾക്ക് മുമ്പേ ഞാനിത് എല്ലാ കാലങ്ങളിലും ഞാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രകാരമായിരുന്നു പിന്നീട് അതിലേക്കൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വന്നപ്പോൾ വീണ്ടും ഇവർ തന്നെ വരികയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആരോഗ്യപരമായ രീതിയിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കി. അത് പാർട്ടിയിലാണെങ്കിലും മുതിർന്ന നേതാക്കളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ യുവജന സംഘടന യൂത്ത് കോൺഗ്രസിൻ്റെ അവരോട്, KSC ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഉൾപാർട്ടിയിൽ തന്നെ ഞാനത് ഒരുപാട് കാലങ്ങളായി പോരാടിയിരുന്നു. പക്ഷെ പിന്നീടാണ് ഇത്തരം രീതിയിലേക്ക് എനിക്ക് വരുവാനും അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലേക്ക് കടന്നു വരുവാനും ഉണ്ടായ ഒരു സാഹചര്യം. സത്യം പറഞ്ഞാൽ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ ആയിട്ട് ഒരേപോലെ പോരാടേണ്ട ഒരു സാഹചര്യമാണുള്ളത്, അല്ലേ? 2 മുന്നണികളാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് മുന്നണിയേക്കാൾ കൂടുതൽ എനിക്കൊരു പ്രചോദനമായി കിട്ടിയത് പുതിയ തലമുറകളൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ LDF ആണെങ്കിലും UDF ആണ് എന്നുണ്ടെങ്കിലും എനിക്ക് ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് മനസ്സിലായി. അവരുടെ മുമ്പിൽ ഒരു പാർട്ടിയേക്കാൾ വലുത് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അത് നിമിത്തമായി ഞാൻ വന്നുപോയി എന്നുള്ളൂ. എന്നെക്കാൾ വമ്പന്മാരായ നേതാക്കന്മാർ, പ്രതീക്ഷയുള്ള ആളുകൾ ഇതിന് മുൻകാലങ്ങളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി വരാൻ ഒരുപാട് തലമുറകളുണ്ട്. അവർക്കൊരു വഴിയൊരുക്കുന്ന ഒരു എന്താ പറയുക, അത്തരം ഒരു സമീപനത്തിലേക്കാണ് എൻ്റെ ഈ പോരാട്ടം. ഒരു നിർദ്ദേശം, അത് എൻ്റെ പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിന് കൊടുക്കുന്നൊരു മെസ്സേജാണ് എൻ്റെ ഈ പോരാട്ടം. പക്ഷേ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നുപോയി. എനിക്ക് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവരുടെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ അവരുടെ ഓരോ എന്താ പറയുക ആഗ്രഹങ്ങളും അത് എന്നോട് പറയുന്നത് അപ്പുറത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 ആളുകൾ, ഞാൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഏതൊരു വീട്ടിലും ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം ഒരു OT ജെയിംസും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പുഷ്പവല്ലി ടീച്ചർ, ഈ 2 പേരും ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് പാർട്ടിയിൽ നിന്നും അകന്ന് നിൽക്കണമെന്നല്ല, ഈ അധികാര രീതിയിൽ നിന്നും അവരും പിൻവലിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല മെസ്സേജ് ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അവർ മാറാത്തത് കൊണ്ട്, അതൊരു ജനാധിപത്യ രീതിയിൽ അതിൻ്റെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിലുള്ളത് കൊണ്ട് അതൊരു കൈമുതലാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരാട്ടത്തിലേക്കാണ് ഞാൻ ഇന്നും ഇന്നലകളിലുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 7 മണിക്കും ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുക പ്രവർത്തനം നിർത്താതെ പോകുന്നത്. 4000-ൽ പരം വീടുകളുണ്ട്, 11,000 ചില്ല വോട്ടുകളുണ്ട്. എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഓടും, എല്ലാവരെയും സമീപിക്കും. അതിൻ്റെ ഒരു പ്രയാണത്തിലാണ് ഞാൻ. ഇപ്പൊ ഈ പോയിടത്തോളം കുറെ വീടുകളൊക്കെ കയറിയിട്ടുണ്ടാവും. എന്താണ് അവിടുത്തെ ഒരു പ്രതികരണം? എന്താണ് അവരെ പ്രതികരണങ്ങളെല്ലാം? ഞാൻ അങ്ങനെ ഒരു വ്യക്തികളെ കുറിച്ച് പറയുകയല്ല. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവർക്ക് മാറിക്കൊടുത്തൂടെ എന്നുള്ളൊരു ചോദ്യം പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അതുകൊണ്ടാണ് എൻ്റെ സോഷ്യൽ മീഡിയ ഇത്രമാത്രം എല്ലാവരും ഏറ്റെടുത്തത്. ഞാൻ അത്ര ഒരു പോപ്പുലർ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഇവരെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ മാത്രം
ഒതുങ്ങി എൻ്റെ പ്രവർത്തനം, എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ജീവിച്ച ഒരാളാണ്. പക്ഷേ എൻ്റെ ഈ ഒരു എന്താ പറയുക, എൻ്റെ ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഞാൻ എടുത്ത നിലപാട്, ആ നിലപാട് ഇവിടുത്തെ ഈ പ്രദേശത്തെ ആളുകൾ അംഗീകരിച്ചു എന്നുള്ളത് ഞാൻ 100% സാറ്റിസ്ഫൈഡാണ്. എന്നോട് ഒരാൾ പോലും വിളിച്ചിട്ട് ഷാഹുൽ ഹമീദ് ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിലപാട് ശരിയല്ല എന്ന് ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല. പാർട്ടി ഉള്ള ആളുകളും അല്ലാത്തവരും പിന്നെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഇത് വീക്ഷിക്കുന്ന ആളുകളും മൊത്തം എൻ്റെ കൂടെ ഇന്നേ വരെ ഉണ്ട്. നാളത്തെ എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. ഏതായാലും മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ പര്യവസാനിക്കട്ടെ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു മത്സരാർത്ഥിയായിട്ട് വരുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വാർഡിനെ സംബന്ധിച്ച് നമ്മളൊന്നും പഠിക്കും, ആ ഡിവിഷനെ സംബന്ധിച്ച് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് പ്രധാനമായിട്ട് നമുക്ക് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രശ്നം, പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം? ഇത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഞാൻ അത്ര വലിയൊരു പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് ഞാൻ പോയില്ല. ഞാൻ പൊതുവേ രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ അതിലേക്ക് പോരെ. ഇനി ഒരു പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പറൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ എന്തൊക്കെ കിട്ടുക, ഗുണഫലങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഞാൻ ഇന്നൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു മോളെ പ്രായമുള്ളൊരു മോളുണ്ട്. അവരെന്നോട് പറഞ്ഞു, ഷാഹുൽ ഖാൻ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു യൂണിറ്റ് വേണം. അതായത് ഒരു യൂണിറ്റ് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗമായിട്ട് ജീവിതമാർഗ്ഗമല്ല, അപ്പുറത്ത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കാതെ ഞങ്ങൾക്കൊരു 100-200 കിട്ടുന്ന എന്തെങ്കിലും ഒരു കൂട്ടായ്മയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്. ഇത്തരം പ്രോജക്റ്റുകൾ സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ മറ്റേ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ പ്രൊജക്റ്റുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഇവരെ അടുത്തേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു എനിക്ക് മനസ്സിലാക്കിയതാണ്. പക്ഷെ അത്തരം പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കി കുടിൽ വ്യവസായങ്ങളെ പോലുള്ള അവരെ പ്രോത്സാഹിപ്പിക്കും, തൊഴിൽ സംരംഭങ്ങൾ. അതെ, അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് ഒരു ആഗ്രഹമുണ്ട്, ഊന്നൽ കൊടുക്കുക. പിന്നെ രണ്ടാമത് ഞാൻ വളർന്നു വന്നത് എടക്കരയിലാണ്. അത് ചെറിയ പട്ടണമാകുമ്പോൾ എനിക്ക് 52 വയസ്സായി. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നൊരു മണ്ണാണത്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ എടക്കര സ്കൂളിൻ്റെ ഹൃദയഭാഗമാണത്. അവിടെ കൊണ്ട് എനിക്ക് ആ ഒരു പ്രദേശം, എൻ്റെ വീടും അതിൻ്റെ തൊട്ടരികിലായിരുന്നു. ഞാനന്ന് വാടകയ്ക്കായിരുന്നു എൻ്റെ ചെറിയൊരു ജീവിതമൊക്കെ കുടുംബപരമായിട്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രദേശം എനിക്കറിയാം. ഇന്ന് ആ പട്ടണം വളരെ വലുതായി. എനിക്ക് തോന്നുന്നു നിലമ്പൂരിനേക്കാൾ ഏറ്റവും ബിസിനസ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ എടക്കരയായിരിക്കും. ഒരു 5-6 പഞ്ചായത്തിൻ്റെ സെൻറ്ററായിട്ടാണ് വരുന്നത്. ഇന്ന് ആ എടക്കരയുടെ ഓരോ തെരുവോരങ്ങളും കണ്ടാൽ അറിയാം. ഞാൻ ഈ മുൻകാല ഭരണാധികാരികളെ കുറ്റപ്പെടുത്തിയല്ല, ഞാനും ഉണ്ടായിരുന്ന ഒരു അംഗമായിട്ട് ഇപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു സ്വപ്നം എടക്കര, നമ്മൾ ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ബത്തേരി പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്ന പോലെ പാലുണ്ട മുതൽ പാലം വരെ അതൊരു എന്താ പറയുക, നമുക്ക് വൃത്തിഹീനമായ അല്ലെങ്കിൽ മനോഹരമായ ഒരു സംഭവമായിട്ട് മാറ്റാൻ എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ വ്യാപാരികളോട് ചേർന്ന് നമ്മുടെ സമൂഹത്തോട് ചേർന്ന് അത്തരം രീതിയിൽ എൻ്റെ ഒരു സ്വപ്നമുണ്ട്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. നമുക്ക് നടപ്പാതകളും അതുപോലെ ഇതെല്ലാം കൂടെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നമുക്ക് എടക്കരയിൽ ഒരുപാട് ഫുട്ബോൾ, ഞാനൊരു സോക്കർ അക്കാദമിയുടെ ചെയർമാനാണ്. 10-300 പേര് അതിലുണ്ട്. ഞാൻ അതിൻ്റെ തുടക്കം മുതലേ അതിൻ്റെ ഒരു ചെയർമാനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഫുട്ബോളും കലാപരമായിട്ടുള്ളൊക്കെ ഒരുപാട് മേഖലകൾ ബന്ധപ്പെട്ട് കിടക്കുന്ന അതെല്ലാം പ്രോത്സാഹിപ്പിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻ്ററി സംവിധാനത്തിലില്ല. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, ആദ്യമാണ്. അപ്പോൾ വന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമം നടത്തും. എന്തായാലും ഞാനത് പാഴാക്കി പോവില്ല. എനിക്ക് കിട്ടുന്നത് ഞാൻ ഇവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. രാവിലെ നമ്മളൊരു 6 മണിക്ക് എടക്കരയിൽ എത്താറുണ്ട്. എൻ്റെ വീട് ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ കുളിച്ചിറങ്ങും. എന്നെക്കാൾ മുമ്പ് എൻ്റെ പ്രവർത്തകർ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൊച്ചനുജന്മാർ, പ്രായം ചെന്ന ആളുകൾ, അവരെന്നെ വിളിക്കും, ശല്യം ചെയ്യും. ഷാഹുൽ ഖാൻ ഇറങ്ങി, നമ്മൾ പോരാട്ടാണെന്നൊക്കെ പറയും. എന്നെക്കാൾ മുമ്പേ ഓടുന്നത്, ഞാൻ അത്ഭുതപ്പെടുത്തുന്നത് ഇവരാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇവരെ ഏറ്റെടുക്കുന്നുള്ളതെന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ സജീവമായിട്ട് പോകുമ്പോഴും ഒരു ചോദ്യം, ഇനിയും തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്. അതെ, ഓക്കെ. അല്ല, അങ്ങനെ ഒരു സമവായത്തിലേക്ക് ഞാൻ പോയാൽ പിന്നെ ഷാഹുൽ ഹമീദ് ഇല്ല, പിന്നെ എനിക്കൊരു കട്ടൻ ചായ പോലും എടക്കര അങ്ങാടിയിൽ നിന്ന് ആരും വാങ്ങിച്ചു തരില്ല. എന്താ വെച്ചാൽ ആ രീതിയിലേക്ക് ഇത് കടന്നുപോയി. ഇതിനൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നിലമ്പൂർ MLA, DCC പ്രസിഡന്റ് ഉൾപ്പെടെ, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ അത്തരം ആളുകളുടെ ഇടയിലേക്ക് ഞാൻ ഒരുപാട് സമയങ്ങൾ ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് എന്നെ ഈ നോമിനേഷൻ പിൻവലിക്കുന്ന തലേ ദിവസമാണ് എൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്നെ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിൽ ഉൾപ്പെടുത്തി ഇതിൽ നിന്ന് പിൻവലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാൻ ഓടിയിരുന്നു. ഞാനല്ല ഓടിയത്, എൻ്റെ കൂടെ നിന്ന ആളുകൾ എന്നെ ഓടിച്ചു. അന്നേ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒരു 600-ൽ പരം ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അങ്ങനെയാണ് എൻ്റെ നോമിനേഷൻ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നോമിനേഷൻ കൊടുക്കുമ്പോൾ അത്ര ആലങ്കാരികമായിട്ട് ഘോഷയാത്രയായിട്ട്
ഒരാളെ കൊണ്ടുപോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഒരു ബെൻസ് കാറും ഒരു ആഡംബര രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു വണ്ടി മതി, നമുക്ക് കാറിൽ ഏതെങ്കിലും പോകാം. ഇല്ല ഷാവുൽക്ക് നിങ്ങൾ ഇപ്പോഴത്തെ ടെക്നോളജിയാണ് ഇത്, അതിൻ്റെ എന്താണ് വൈബാണെന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് കയറ്റി എന്നെ അങ്ങോട്ട് കൊണ്ടെത്തിച്ചു. അത്രയും ആളുകൾ എൻ്റെ കൂടെ നിന്നിട്ട് പിന്നീട് ഞാൻ അതിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറയുന്നത് എൻ്റെ മാനസികപരമായിട്ട് ഞാൻ ഒരിക്കലും അതിലേക്ക് പോയില്ലായിരുന്നു. പക്ഷേ എന്നെ വിളിക്കുന്നത് തലേ ദിവസമായിരുന്നു. അന്ന് ഞാൻ 2 മണിക്ക് ഫോൺ ഓഫ് ചെയ്തു. പിറ്റേ ദിവസം 4 മണിക്കാണ് ഞാൻ എൻ്റെ ഫോൺ ഓണാക്കുന്നത്. അപ്പോൾ സമ്മർദ്ദം പോലും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു കടുത്ത തീരുമാനം ഞാൻ എടുത്തതാണ്. ഇനി പുറകോട്ടില്ല. എല്ലാവിധ ആശംസകളും ഓക്കെ, താങ്ക്സ് തന്നെ. ഓക്കെ, നിലപാടുകളും താങ്കളുടെ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോവുക. വളരെ നന്ദി.